ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അലീനയെ ഒരു നവവധുവിനെ കണക്ക് അണിയെ ചുരുക്കി കൃഷ്ണജയും ബബിതയും കൂടി കൊണ്ടുവരികയാണ്. അത് കാണുന്ന ബാലചന്ദ്രന് വളരെയധികം സന്തോഷമാവുകയാണ്. ബാലചന്ദ്രൻ പറയും, മോളെ, നിന്നെ ഈ വേഷത്തെ കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. മോളെ ഒരു നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കി ഇവിടുന്ന് പറഞ്ഞ് വിടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ഒരു സന്ദർഭം ഇതായിരുന്നില്ല എന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്. ഒരു വിവാഹ വേദിയിൽ വധുവിനെ കണക്ക് അണിയിച്ചൊരുക്കി കൊണ്ടിരുത്തണമെന്നായിരുന്നു ബാലചന്ദ്രൻ്റെ ആഗ്രഹം. പക്ഷേ ഈ ഒരു സന്ദർഭം ഇവിടുന്ന് വിട്ടുപിരിഞ്ഞു പോകുന്ന ഈ ഒരു സമയത്ത് ഇതേപോലെ അണിയിച്ചൊരുക്കി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ആയിരുന്നില്ല എന്നാണ് ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ബാലചന്ദ്രനും മോൾ ഇവിടുന്ന് പോകുന്നത് അച്ഛന് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. എനിക്കെൻ്റെ മൂത്ത മകൾ തന്നെയാണ് എൻ്റെ മോള്. എനിക്ക് മോളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല, മോളായിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇപ്പോഴും മോൾക്ക് വേണമെന്ന് വെച്ചാൽ തീരുമാനം വേണ്ടെന്ന് വെക്കാം എന്നൊക്കെ അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അതിനുശേഷം ഇല്ലച്ചാ, ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്, ഇനിയൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയും. അതിനുശേഷം രോഹിത്തിനോട് പറയും, രോഹിത്തെ മോനെ, എനിക്ക് പ്രത്യേകിച്ചൊന്നും നിന്നോട് പറയാനില്ല, എല്ലാം ഞാൻ നിന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. നീ കൃഷ്ണജയും ബബിതയ്ക്കും ഒരു തണലായിട്ട് നീ എന്നും ഉണ്ടാവണം. അതുപോലെ അമ്മ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് എല്ലാവരും ജീവിക്കണം. അത് കാണുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അതിനുശേഷം ബബിത എന്ത് ചെയ്യുന്നു നോക്കും. അപ്പോൾ ബബിത റൂമിലാണ്. അങ്ങനെ ബബിതയെടുത്ത് ഇന്ന് യാത്രയൊക്കെ പറയും. എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? യാത്ര പറയാനായിരിക്കും. വേണ്ട, എന്നോടാരും യാത്ര പറയേണ്ടതെന്ന് പറഞ്ഞ് ബബിത മുലയിൽ നിന്നിങ്ങനെ സങ്കടപ്പെടുകയാണ്. ആ സമയത്ത് പറയും, മോളെ, ഞാൻ ഈ വീട്ടിലോട്ട് ആദ്യം വന്നപ്പം നിനക്കായിരുന്നു എന്നോട് ഏറ്റവും ദേഷ്യം. പക്ഷെ ഞാൻ ഇന്ന് ഈ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീയാന്ന് പറഞ്ഞ് അലീന ബബിതയും കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം പിന്നെ വരുന്നത് നമ്മുടെ കൃഷ്ണജയുടെ അടുത്തോട്ടാണ്. കൃഷ്ണജയുടെ അടുത്തും പറയും, എനിക്ക് മോളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാം നീ കണ്ടറിഞ്ഞ് ചെയ്തോളെന്ന് എനിക്കറിയാം. എങ്കിലും ചേച്ചി പോവുകയാണെന്ന് മാത്രമേ കൃഷ്ണജയോട് പറയത്തുള്ളൂ. എന്നിട്ട് നെറുകയിലൊരു ചുംബനമോ കൊടുത്തിട്ട് അവർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, മോളെ നമുക്ക് ഇറങ്ങാമെന്ന് പറയും. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ കാറിനകത്തോട്ട് കയറിയിരിക്കും. അലീന വിഷമിച്ച് കാറിനകത്തോട്ട് കയറുകയാണ്. അതിന് നേരം അലീന കാറിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് എല്ലാവരെയും. ആ സമയത്ത് കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ബബിത ഓടി അങ്ങോട്ട് വരും. അപ്പോഴത്തേക്ക് കാറ് ഗേറ്റ് കടന്ന് പുറത്ത് പോയിരുന്നു. അപ്പോഴത്തേക്ക് കൃഷ്ണജയ്ക്ക് സങ്കടം അടക്കാൻ പറ്റത്തില്ല. കൃഷ്ണജയൻ കരയുമ്പോഴത്തേക്ക് രോഹിത് അവളെ മാറോട് അണപ്പിക്കുകയാണ്. അതിനുശേഷം കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാലചന്ദ്രൻ കാർ ഓട്ടിക്കുന്നവൾ ഭയങ്കര വിഷമത്തിലാണ്. ആ സമയത്ത് അലീന പറയും, ഞാൻ ആദ്യമായിട്ട് വീട്ടിലോട്ട് വന്നപ്പം എനിക്കറിയാമായിരുന്നു വെച്ചാൽ എൻ്റെ അമ്മയാണ് അവിടെ ഉള്ളതെന്നും അമ്മയും സഹോദരങ്ങളും ഉള്ളതെന്നും. പക്ഷേ എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്ക് അതിലിരട്ടിയായി എനിക്കൊരു അച്ഛനെ കിട്ടി. ഞാൻ അച്ഛാന്ന് വിളിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എനിക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് അച്ഛനായി തന്നെ എനിക്ക് ഈ അച്ഛനെ കിട്ടി. അച്ഛൻ ഓരോ സ്ഥലത്തും അച്ഛൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. എനിക്ക് ഇനി എൻ്റെ സ്വന്തം അച്ഛനെ കിട്ടിയാൽ പോലും എനിക്ക് ഈ അച്ഛനെ എനിക്ക് മറക്കാൻ കഴിയില്ല. എൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാണ് എന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ അങ്ങ് കാർ ഓട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് പൊട്ടി കരയുകയാണ്. ആ സമയത്ത് പറയും, മോളെ, ഇപ്പോഴും നിനക്ക് ഒരു അവസരമുണ്ട്. ഇപ്പോഴും നീ എടുത്ത തീരുമാനമാണ്. നിനക്ക് തന്നെ തീരുമാനം വേണ്ടെന്ന് വെക്കാം. നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറയും. നീ പോകുന്നത് ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. വേണ്ടച്ചാ, ഞാൻ ഉറച്ച തീരുമാനം എടുത്തതിൽ ഇറങ്ങിയത്. ഇനി ഒരു തിരിച്ചുപോക്ക് വേണ്ട. പക്ഷേ എവിടെ പോയാലും എനിക്ക് എൻ്റെ അച്ഛനെ മറക്കാൻ കഴിയത്തില്ല. എൻ്റെ അച്ഛൻ്റെ സ്നേഹവും എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് പോകുന്നതാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. എനിക്ക് നിങ്ങളോട് ആരോടും ആ വീട്ടിൽ താമസിച്ച് കൊതി തീർന്നില്ലായിരുന്നു എന്നൊക്കെ അലീന ഭയങ്കര വിഷമത്തോടുകൂടി പറയും. ആ സമയത്ത് കാറ് നിർത്തിയിട്ട് ബാലചന്ദ്രൻ അലീനയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അതിനുശേഷം പറയും, മോളെ, നീ വിഷമിക്കേണ്ട, നീ ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലാണ് എത്തിപ്പെടുന്നത്. അത് ഉറപ്പ് വരുത്തിയിട്ടാണ് അച്ഛൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നിനക്കവിടെ ഒരു കുറവും ഉണ്ടായിരിക്കത്തില്ല. എന്തെങ്കിലും ഒരു കുറവ് നിനക്കവിടെ തോന്നി അച്ഛൻ നിന്നെ മടക്കി കൊണ്ടുവരുമെന്നൊക്കെ ബാലചന്ദ്രൻ അലീനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലിയുടെ വീടാണ്. സ്റ്റാൻലിയുടെ വീട്ടിൽ സ്റ്റാൻലി ആൻ്റപ്പനോടും പൗലോസിനോടൊക്കെ പറയുന്നുണ്ട്, വീടൊക്കെ നല്ല വൃത്തിയാക്കിയിടണം, വീടൊക്കെ നല്ല ഭംഗിയായിട്ടങ്ങ് അലങ്കരിക്കണം. പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നു. കേണൽ സാറിൻ്റെ ഈ ഒരു മാറ്റം, കാരണം പതിവില്ലാത്ത കണക്ക് ഒത്തിരി വിഭവസമൃദ്ധമായ ഫുഡൊക്കെ ഒരുക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് ആരാ ഇപ്പം ഗസ്റ്റ്, ഇവിടെ അങ്ങനെ ഗസ്റ്റുകളൊന്നും അധികം വരാറില്ലല്ലോ, ഇത് ഏതോ VIP ആണെന്ന് വരുന്നതെന്ന് തോന്നുന്നു, അതുകൊണ്ടാണല്ലോ ഇത്ര ഒരുക്കങ്ങൾ.
അങ്ങനെ അലീനയെ സമാധാനിപ്പിച്ച് പിന്നെയും കാറ് ഡ്രൈവ് ചെയ്ത് അവർ നേരെ സ്റ്റാൻലിയുടെ വീട്ടിലെത്തുകയാണ്. അങ്ങനെ കൊട്ടാരമുറ്റത്ത് സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിന് മുന്നിൽ കാറ് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അകത്തോട്ട് കയറുന്ന സമയത്ത് അവിടെ ആൻ്റപ്പനും പൗലോസും നിൽപ്പുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ബാലചന്ദ്രനാണ്. ബാലചന്ദ്രനെ കാണുന്ന ആൻ്റപ്പൻ പറയും, ഇത് മുമ്പ് കോട്ടയത്ത് നിന്ന് വന്ന ഒരു മുതലാളിയല്ലേ ബാലചന്ദ്രൻ മേനോൻ എന്ന് പറഞ്ഞു. ആ അതെ, ഈ സാറ് പോയതിന് ശേഷമാണ് നമ്മുടെ കേണൽ സാറിന് എന്തോ ഒരു സ്വഭാവത്തിനൊരു മാറ്റം തോന്നിയത്. അല്ല ഇദ്ദേഹം എന്താ ഇപ്പോൾ ഇങ്ങോട്ട് എന്ന് പറയും. അപ്പോൾ കാറിൽ നിന്ന് ബാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ വിളിക്കുകയാണ്. അപ്പം നോക്കുമ്പം അലീന കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുട്ടി. അപ്പോൾ പൗലോസ് പറയും, ആ കൊള്ളാമല്ലോ, നല്ല സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയാണല്ലോ ഇത്. അല്ല ഈ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേണൽ സാറിൻ്റെ അമ്മച്ചിയുടെ കണക്കിരിക്കുന്നില്ലേ ആൻ്റപ്പൻ ചേട്ടാ? ആ ശരിയാ, എനിക്കത് തോന്നി, ശരിക്കും കേണൽ സാറിൻ്റെ അമ്മച്ചിയുടെ കണക്കിരിക്കുമെന്ന് പറയും. അപ്പോഴത്തേക്ക് കാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ആൻ്റപ്പനും പൗലോസും അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കും, അല്ല ഇത് ആര്, സ്റ്റാൻലി ഇല്ലേന്ന് ചോദിക്കും. ആ ഉണ്ട്, ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് ചെന്ന് പറയും. അങ്ങനെ അവർ സ്റ്റാൻലിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, കേണൽ സാർ ബാലചന്ദ്രൻ മേനോൻ വന്നിട്ടുണ്ടെന്ന് പറയും. അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അലീന സ്വന്തം അച്ഛൻ്റെ വീട്ടിലോട്ട് വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുളത്തൂപ്പുഴയിലുള്ള സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നാളത്തെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.